ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് വർക്കലയിലാണ്. നമ്മളീ നിൽക്കുന്നതാണ് വർക്കല താലൂക്ക് ആശുപത്രി. ടൂറിസം മേഖലയായ വർക്കലയിൽ ഏറെ തിരക്കേറിയ ഒരു ആശുപത്രി കൂടിയാണ് വർക്കല താലൂക്ക് ആശുപത്രി. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇവിടെ ആക്രമണ സംഭവങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. രോഗികൾക്ക് നേരെയും ജീവനക്കാർക്ക് നേരെയും ഡോക്ടർമാർക്ക് നേരെയും ഇവിടെയുള്ള ആംബുലൻസ് ഡ്രൈവർമാർക്ക് നേരെ പോലും ഈ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഗർഭിണിയായ ഭാര്യയുമായി ചികിത്സയ്ക്കെത്തിയ യുവാവിൻ്റെ നെഞ്ചത്ത് മറ്റൊരു മദ്യപൻ കത്തികൊണ്ട് കുത്തിയിറക്കിയത്. ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ നിരവധി സുരക്ഷാ വീഴ്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയെ സുരക്ഷിതമായി നിലനിർത്തി രോഗികൾക്കും ജീവനക്കാർക്കും സുരക്ഷിതത്വം ഒരുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാണ് ഞാനൊരു ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അപകടം അറിഞ്ഞില്ലായിരുന്നു? അറിഞ്ഞു. എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനൊരു കേസ് എടുക്കാൻ വേണ്ടി അകത്ത് പോകുമായിരുന്നു. അകത്ത് പോയി ഒരു ട്രിവാൻഡ്രത്ത് ഒരു ബോഡി ഇവിടെ നിന്ന് ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. ഇതെടുത്ത് അപ്പോൾ അവരെടുക്കാൻ നേരത്തെ അവരെന്നോട് പറഞ്ഞു ഒരാളോടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെളിയിൽ നിൽക്കുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറെ ഈ വണ്ടിയിൽ ഓടിക്കുന്ന പയ്യനെ വിളിച്ച് ഞാൻ അകത്ത് ചെന്നു. ഞാൻ ബോഡി എടുത്ത് ചേഞ്ച് ചെയ്ത് എൻ്റെ വണ്ടിയിലാക്കി ഞാൻ പോകുന്ന സമയത്താണ് അവിടെ പ്രശ്നമാവുന്ന സമയത്ത് പിന്നെയുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഞാൻ ഫോൺ വിളിച്ചാൽ ചോദിക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് സംഭവമാണ്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളാണ് പിടിച്ചു മാറ്റിയത്. അവിടെ സെക്യൂരിറ്റിക്കാർ ആരും ഇല്ലായിരുന്നു. സെക്യൂരിറ്റിക്കാർ 24 ഡ്യൂട്ടി എടുക്കുന്ന 2 സെക്യൂരിറ്റിക്കാരുണ്ട്. ഈ 2 സെക്യൂരിറ്റിക്കാരിൽ പാവപ്പെട്ട ഒരു സെക്യൂരിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി ഒരു സെക്യൂരിറ്റി 10 മണിക്ക് ശേഷം കിടന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ 2 സെക്യൂരിറ്റിക്കാരും ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ല. പിടിച്ചു മാറ്റി അങ്ങനെ പ്രശ്നം പോവും. പക്ഷേ സെക്യൂരിറ്റി ഇല്ല. ഒരു സെക്യൂരിറ്റി കൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നാൽ അടുത്ത സെക്യൂരിറ്റി വന്നാലും പിടിച്ചു മാറ്റി പ്രശ്നം മാറുമായിരുന്നു. ഒരുപാട് രോഗികളെത്തുന്ന സ്ഥലമില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ സുരക്ഷ ഒരുക്കിയാലാണ്? സെക്യൂരിറ്റിക്കാർ വേണം. പിന്നെ ആവശ്യമായിട്ടുള്ള ക്യാമറയും കാര്യങ്ങളെല്ലാം വേണം. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ക്യാമറ കാഷ്വാലിറ്റിക്കകത്ത്. വെളിയിൽ നമ്മളൊരു ആംബുലൻസ് ഡ്രൈവറിന് ഒരു കുത്തേറ്റ സമയത്തും അവിടെ ക്യാമറ ഇല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ക്യാമറ അത് അവിടെ ഒരു പ്രശ്നം നടന്ന് അവർ കേസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വെറുതെ അവിടെ കേസ് നോക്കാൻ വേണ്ടി പോയതാണ്. പോയ സമയത്ത് സംസാര വിഷയമായി. ലാസ്റ്റ് അത് സംസാര വിഷയം വഴക്കായി. അവിടെ എത്തിയ രോഗിയായിട്ടാണോ? അല്ല, രോഗിയായിട്ടല്ല. അവർ അവിടെ പോയതെന്ന് പറഞ്ഞാൽ ഒരു കേസ് നോക്കാൻ വേണ്ടി പോയാണ്. അല്ല, ഈ പ്രശ്നമായതെന്ന് പറയുന്നത് രോഗിയായിട്ടാണോ അവിടെ? അല്ല, അത് വെളിയിൽ വന്നിട്ടുള്ള ഒരു പയ്യനായിട്ടാണ് പ്രശ്നമായത്. അത് അവന്മാരെ MTM കള്ളുമൊക്കെ ആയിട്ട് അടിച്ച് സെറ്റായിട്ടാണ് വന്നത്. അവന്മാർ ഒരു 3 ദിവസം മുന്നേ അവന്മാരെ കയ്യിൽ ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 3-3.5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഉടക്കായി, പ്രശ്നമായി, നല്ല വാക്കുകൾക്കുമായി. ആ ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടായി ഈ 3 പയ്യന്മാരെ അടിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ചു. സ്റ്റേഷൻ പോലീസുകാർ വന്നു. അപ്പം തന്നെ അവരെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പോലീസിനെ പെട്രോളിംഗ് ഒന്നും ഇവിടെ ഭാഗത്തില്ല. ഉണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോൾ വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകാർ വിളിക്കുന്നില്ല, ഞങ്ങളാണ് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് പരിധി വരെയെങ്കിലും മാക്സിമം ഒന്നാമത്തെ ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ ബീച്ച് സൈഡാണ്. എല്ലാം ആൽക്കഹോൾ അടിച്ച് സെറ്റായിട്ട് വരുന്നതാണ്. ഇവിടെ ആ ബീച്ച് സൈഡായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആൾക്കാർ വരുന്നതാണ്. ഇവരെല്ലാം ആക്സിഡൻ്റ് ആയാലും നമ്മൾ തന്നെ 24 മണിക്കും 24 ഡ്യൂട്ടി എടുത്ത് എവിടെ നിന്നാലും ആക്സിഡൻ്റ് ആയാലും വീണതായാലും നമ്മൾ വർക്കല താലൂക്കിലാണ് കൊണ്ടുവരുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ നിന്ന് വരുന്നവരെല്ലാം റെഫറൻസ് അടിച്ച് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് വരുന്നത് എന്താണ് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകുന്നവരായിരിക്കും നമ്മൾ ചിലപ്പോൾ കുത്തുന്നത്. പറയാൻ പറ്റത്തില്ല. അതന്നെ അടിച്ചേക്കുന്ന എന്ത് സാധനമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അടിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു നമ്മളുടെ ഒരു ഡ്രൈവറിനൊരു കുത്ത് കിട്ടിയെന്നുള്ളൊരു സംഭവം ഇല്ല. കത്തി വെച്ചൊരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ താലൂക്ക് ഹോസ്പിറ്റലത്തെ സൂപ്രണ്ട് ഒരു നിയമം വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആംബുലൻസുകാരും ഹോസ്പിറ്റലിനകത്തോട്ട് വന്നുകൂടാ. വന്നുകൂടാന്നാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഒരു ഡ്രൈവറിൻ്റെ അമ്മയെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിനകത്ത് നമ്മുടെ ഡ്രൈവറോട് തുറന്ന് പുറത്തു പോകുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആ ഹോസ്പിറ്റലിനകത്തോട്ട് വന്നിടാം. നമ്മൾ വണ്ടി അങ്ങനെ ഓട്ടോ ഇല്ലാണ്ട് ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോകാറില്ല. പക്ഷേ ഇവിടെ സ്റ്റാൻഡിലായിരിക്കും ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓട്ടം വല്ല വരുമെന്നുണ്ടെങ്കിൽ വണ്ടിയോട് കൂടിയിട്ട് അകത്ത് പോകത്തുള്ളൂ. അല്ലാണ്ട് നമ്മളെ ബന്ധുക്കൾ, നമ്മളെല്ലാം വർക്കലക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടെ കാണിക്കാൻ, എന്തെങ്കിലും ഒരു അസുഖം വന്നാലും കാണിക്കാൻ അവിടെയാണ് പോകാനുള്ളത്. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോട് സൂപ്രണ്ട് പറഞ്ഞ് വിലക്കേക്കുവാണ്. പ്രൈവറ്റ് ആംബുലൻസ് ഡ്രൈവർമാർ ഒരു കാരണവശാലും ഇതിനകത്ത് കയറ്റിക്കൂടാണ്. ഇത് സർക്കാർ ആശുപത്രിയല്ലേ. നമ്മളിപ്പോൾ കയറിയെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഞാനിപ്പോൾ വർഷങ്ങളോളമായിട്ട് വണ്ടി ഓടുന്നത്. ഇത്രയും കാലമായിട്ട് നമുക്ക് ഇങ്ങനൊരു അനുഭവം ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജീവനക്കാർക്ക് സൂപ്രണ്ട് പറയുന്നത് കേൾക്കാനുള്ളൊരു ഇതേ ഉള്ളൂ. ജീവനക്കാർ പറയുന്നത് വെച്ചാൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്.
ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എവിടെ പോയിട്ട് നമുക്ക് രാത്രികാലങ്ങളിലൊക്കെ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം 24 മണിക്കൂർ ഉണ്ടാകുന്ന ഇവിടെ ആംബുലൻസ് ഡ്രൈവർമാണ്. അവിടുത്തെ മിക്കുള്ള പ്രശ്നങ്ങളിലും അവിടെയുള്ള ജീവനക്കാർ തന്നെ അവരെ കൊണ്ട് കഴിയാത്ത സംഭവങ്ങളെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ 24 hours നമ്മൾ ഒരു എങ്ങനെ പോലും ഒരു 3-4 വണ്ടിയുടെ ഡ്രൈവർമാർ കൺഫേം ആയിട്ട് ഇവിടെ കാണും. ഇപ്പോൾ 13 വണ്ടി ഇവിടെയുണ്ട്. ആ 13 വണ്ടിയിൽ എങ്ങനെ പോലും ഒരു 3-4 വണ്ടിക്കാർ എന്തായാലും കൺഫേം ആയിട്ട് ഇവിടെ കാണും. ആ കാണുന്ന ഈ ഡ്രൈവർമാരാണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അവരെ കൊണ്ട് കഴിയാത്തത് നമ്മളാണ് സഹായിക്കാറുള്ളത്. എന്നിട്ട് പോലും ഈ സൂപ്രണ്ടെന്ന് ഇതൊന്നും അറിയുന്നില്ലല്ലോ. സൂപ്രണ്ടൊക്കെ 8 മണിക്ക് വരെ ഈ 10 മണിക്ക് വരുന്നു, വൈകിട്ട് 5 മണിയാകുമ്പോൾ ഒരു വീട്ടിൽ പോകുന്നു. അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും സൂപ്രണ്ടന്മാരൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അവിടത്തേക്ക് സർക്കാർ വണ്ടി 2 വണ്ടിയുണ്ട്. അവരിപ്പം പേയ്മെൻറ്റ് മേടിച്ച് അവിടുത്തെ ഓട്ടങ്ങൾ മൊത്തം അവർ ആ 2 വണ്ടിയിലായിട്ട് ഓടുകയാണ്. അവരെ വരുമാനം അതാണെന്നും പറഞ്ഞ് അവർ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കുള്ള ഓട്ടങ്ങളും കുറഞ്ഞ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആശുപത്രിയിൽ കടുത്ത സുരക്ഷാ വീഴ്ച എന്നുള്ളതാണ് എല്ലാവരുടെയും ആരോപണം. എങ്ങനെയാണ് തോന്നുന്നത്? വർക്കലയെ സംബന്ധിച്ചെല്ലാം പറയണമെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ വലിയ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ ഒന്നാണ് വർക്കലയിലെ താലൂക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു വിധത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ ഇവിടെ 2-3 സെക്യൂരിറ്റിയുടെ ഉള്ളു. കാരണം ഇവിടെ നിരന്തരം വരുന്ന ആൾക്കാർ, അതായത് വെളിയിൽ നിന്നുള്ള ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരായാലും മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ തീരദേശ ഇവിടെ ടൂറിസത്തിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്കാരുള്ള പല സ്ഥലങ്ങളിൽ നടന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ആശ്രയിക്കുന്നത് താലൂക്ക് ഓഫീസാണ്, അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അധികൃതരോ ഒന്നും നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിരന്തരം ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2 ദിവസത്തിനകത്ത് ഒരു കുത്ത് കടന്ന് വന്ന രോഗിയുടെ കൂടെ നിന്ന ഒരാളിനെയാണ് ഒരു പട്ട് പിടിച്ചെടുത്ത ഒരാൾ കുത്തിയത്. അവൻ മദ്യവെച്ച് വന്നവനാണ്. അവൻ വന്ന് കുത്തി കൊടുത്ത് അയാളിപ്പോൾ ചികിത്സയിലാണെന്ന് തോന്നുന്നു. അതുപോലെ അതിനു മുമ്പും ആംബുലൻസ് ഡ്രൈവർ ഒരാൾ കുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സെക്യൂരിറ്റി സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പേരിലാണ് ജീവനക്കാരൻ്റെ തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സംവിധാനം ഇല്ല. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. അത് ഒരാൾ കുത്തിയിട്ട് പോയാൽ പോലും ഓടി പിടിക്കാൻ പോലും ആളില്ല. അത് 3 ഏക്കറോളം ഉണ്ട്. അപ്പം പോയി കളഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ വർക്കല പോലീസ് എന്നുള്ള ഭാഗത്ത് ചെയ്യേണ്ടത് ഇവിടെ എയ്ഡ് ഫോഴ്സ് ഇല്ല. അത് പോലീസ് തന്നെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഇവിടെ എയ്ഡ് ഫോഴ്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റികൾ ആൾക്കാർ കുറവാണ്. 1-2 പേരെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ഈ ഒരാളെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ വലിയൊരു വീഴ്ച തന്നെയാണ് വർക്കല താലൂക്ക് ഹോസ്പിറ്റലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടർമാർക്ക് എന്ത് സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ജീവനക്കാർക്ക് എന്ത് സുരക്ഷയുണ്ട്? വരുന്ന പല മേഖല, മത്സ്യത്തൊഴിലാളികളായാലും അവിടെയുള്ള തീരദേശ അവിടെ ആൾക്കാരെ എല്ലാവരും വരുന്നത് ഇവിടെയാണ്. ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് വരുന്നത്. ഇത് ഒരു സെക്യൂരിറ്റി സംവിധാനം അവിടെ ഇല്ല. ഒരു പെട്ടെന്നൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റി ഇല്ല. പിന്നെ ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് സാങ്കേതിക ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാനുള്ളവർ ഇതില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹോസ്പിറ്റലിനകത്തുണ്ട്. അപ്പോൾ അത് പരിഹരിച്ച് പോകണമെന്നാണ് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പറയാനുള്ളത്. നഗരസഭയ്ക്ക് കാര്യം എന്തെങ്കിലും ചെയ്യാൻ നഗരസഭയിൽ ചെയ്യാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരെന്താണെന്ന് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാവില്ല. അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിനകത്തുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വീഴ്ചകൾ ഉണ്ട്. അത് പരിഹരിച്ച് ഇനിയെങ്കിലും മുമ്പോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ സുരക്ഷ വളരെ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ബൈസ്റ്റാൻഡറിനാണ് ഇപ്പോൾ ഒരു കുത്ത് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബൈസ്റ്റാൻഡറിന് ഹോസ്പിറ്റലിനകത്ത് വന്നൂടെ? പേഷ്യൻറ്റ് മാത്രമേ വരാവൂ? നമുക്കുള്ളൊരു ഇതാണ്, നമുക്കൊരു ഡൗട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കുത്ത് കിട്ടിയപ്പോഴത്തേ പറഞ്ഞാൽ ഡ്രൈവർമാരകത്ത് വരരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ബൈസ്റ്റാൻഡറിന് കുത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബൈസ്റ്റാൻഡർ ഇനിയിപ്പോൾ വരരുത്. അതായിരിക്കും ഇനി അടുത്ത സൂപ്പറിൻ്റെ നിയമം. പക്ഷേ അങ്ങനെ വരുമായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കുള്ള സംശയമാണ് ഇല്ലേ? എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബൈസ്റ്റാൻഡറിന് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ബൈസ്റ്റാൻഡറിന് വരരുത്, പേഷ്യൻറ്റ് മാത്രമേ വരാവൂ എന്നുള്ളൊരു നിയമം ഇനിയിപ്പോൾ സൂപ്രണ്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഒരാളെ വിളിക്കുന്നത് നമ്മളെന്നാൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ഇങ്ങനെയുള്ള തീരുമാനം കാരണം നമ്മൾ വഴിമുട്ടി നിൽക്കുകയാണ് ജീവിതം തന്നെ. ഈ മദ്യപന്മാരാണ് കൂടുതലും രാത്രികാലങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നതല്ലേ ഇവിടെ? പല ആൾക്കാർ മദ്യപർ മാത്രമല്ല, അല്ലാതെ വന്ന കുറേ ഗുണ്ടകളുണ്ട്. വെളിയിൽ നിന്ന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ബീച്ച് കേന്ദ്രീകരിക്കുന്നത്. ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിനകത്ത് വരുമ്പോഴത്തേക്ക് ഇവർ വേറെ ലെവലാണ്. പക്ഷെ അവർക്ക് ആരൊക്കെയാണെന്നുള്ള തോന്നലിലാണ് ഹോസ്പിറ്റലിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു മറ്റുള്ള ആൾക്കാരെ പരിഗണിക്കാന്നുള്ള രീതിയിൽ അവരെ പരിഗണിച്ചില്ല എന്നുള്ള രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഇത് കൂടുതലും ചികിത്സ വൈകുന്നു എന്നുള്ളതാണ് ഈ ആക്രമണങ്ങളിലേക്ക്. ചികിത്സ വൈകുന്ന പറഞ്ഞാൽ ഡോക്ടർമാരുടെ എണ്ണം പരിമിതമാണ് ഇവിടെ. അതൊരു കാരണമാണ്. കാരണം ഡോക്ടർമാർ ലിസ്റ്റിൽ തോന്നെ പേരുണ്ട്, പക്ഷേ മിക്ക ആൾക്കാരും സമയത്ത് എത്താത്തവരാണ്. വിരലെണ്ണെന്ന ആൾക്കാർ മാത്രമേ ഇവിടെ സമയത്ത് എത്തുന്നുള്ളൂ. പിന്നെ
അകത്തെ ജീവനക്കാർ തന്നെ സമയം കഴിഞ്ഞാലും ഞാൻ നോക്കിക്കൊണ്ട് കണ്ടിട്ടുണ്ട് 10 മണിക്ക് എത്തേണ്ട ആൾക്കാർ അല്ലെങ്കിൽ 9 മണിക്ക് എത്തേണ്ട ആൾക്കാരൊക്കെ 11 മണി 12 മണിക്കാണ് നേരിട്ട് കണ്ട സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പലയിടത്തും നമ്മൾ മുനിസിപ്പാലിറ്റി ആയാലും നഗരസഭയിലുള്ള ആൾക്കാരെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും അതിനൊന്നും ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ചികിത്സ വൈകുന്നത് ഇതിൻ്റെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഒരു കാഴ്ച. സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 8 പോസ്റ്റ് പോലീസിൻ്റെ 8 പോസ്റ്റ് ഉണ്ടാവണം. അത് വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ സംവിധാനം ഉണ്ടാവണം. പിന്നെ കണക്കിന് സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം കൂട്ടണം. അതായത് ഇപ്പോൾ നിലവിൽ 3-2 ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു 5 രണ്ടുപേരും ഒരാളൊക്കെ ഉണ്ടാവും. രാത്രി ഇപ്പോൾ ഒരാളെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രി മാത്രമല്ല സെക്യൂരിറ്റി സംവിധാനം ശക്തമായി കൊണ്ടുപോയാൽ മാത്രമേ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൻ്റെ ചികിത്സകളെല്ലാം കറക്റ്റ് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് പരിമിതികളുണ്ട്. ഡോക്ടർമാർക്കൊക്കെ പരിധിയുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, ഒരു ബഹളം ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് പോലീസിനെ ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ. വേറെ ചെയ്യാൻ പറ്റത്തില്ല. 8 മണിക്കാണ് ടോക്കൺ കൊണ്ടുവന്നത്, 7 മണിക്ക് തുടങ്ങിയാൽ തോന്നുന്നു. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഇത് വളരെ പാവപ്പെട്ട ആൾക്കാരും വയസ്സായ ആൾക്കാർ ഉൾപ്പെടെ ക്യൂ നിന്ന് അവർ ഭയങ്കരമായിട്ട് വെച്ചാൽ പെട്ടെന്ന് സംവിധാനം ചെയ്യുന്നില്ല. ടോക്കൺ കൊടുത്ത് പോകാനുള്ള സംവിധാനം ഇല്ല. കാരണം അവരെ നിർത്തി സുഖമില്ലാത്തവരെ പിന്നെയും സുഖമില്ലാതാക്കുന്ന അവസ്ഥയിലാണ് ആ ടോക്കൺ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഡോക്ടർമാരുടെ അവസ്ഥയിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ രോഗികൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിവിടെ ഇല്ല. അടുത്ത കാലത്തായി വർക്കലയിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ഈ ആക്രമണങ്ങൾ നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനുള്ള പ്രധാന സുരക്ഷാ വീഴ്ച വല്ലതാണ്? വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഇതിന് മുമ്പും ചെറിയ ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായിട്ടും, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. ഇപ്പം നമ്മുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു, പേഷ്യൻസൊക്കെ രാത്രി കൂടുതലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടങ്ങിയത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വർഷം തന്നെ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ഈ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടേഴ്സിനും എതിരെ പോലും വളരെ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ ഒരു തലയിൽ കല്ലിടിച്ച ഒരു സംഭവം. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഇവിടുത്തെ ഒരു ആംബുലൻസ് ഡ്രൈവറെ കുത്തിയ സംഭവം. അത് കഴിഞ്ഞ് മെനങ്ങാം ഇവിടെ വന്ന ഭാര്യയും ഭർത്താവുമായിട്ട് വന്ന ഭാര്യ രോഗിയായിരുന്നു, ഭർത്താവ് വന്നു, വേറൊരു കക്ഷി മദ്യപിച്ച് വന്നൊരു കക്ഷി വന്നിട്ട് പുള്ളി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും തെറി വിളിക്കുകയും ചെയ്തു. അസഭ്യം വിളിക്കുന്നത് കണ്ടിട്ടാണ് ഇവരുടെ ഭർത്താവ് ഇടപെട്ടത്. ഇത് പറഞ്ഞ് നിങ്ങൾ മോശമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞതിന് പേരിലാണ് ഇന്നലെ മാരകമായിട്ട് അയാളെ കുത്തി പരിക്കേൽപ്പിച്ച് ഗുരുതരാവസ്ഥയിലോട്ട് എത്തിച്ചത്. അങ്ങനെ നിരന്തരമായി ഇവിടെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ രാത്രി കാലങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർ, അത് ഇവിടുത്തെ ജീവനക്കാർക്കും ഡോക്ടേഴ്സിനും പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, അവർക്ക് ഭീതിയിലാണ്. ഇതൊരു വലിയ വിശാലമായൊരു ഭൂമി പ്രദേശമല്ലേ? അപ്പോൾ ഇവിടെ മാത്രമല്ല നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരുപാട് ഭാഗം എന്താണ് കാട് പിടിച്ചും ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് ഒരുക്കാതിരിക്കുന്നത് വലിയ വീഴ്ചയാണ്. ഒരുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പോൾ പിന്നെ പുതിയ ബിൽഡിങ്ങൊക്കെ വരാവുന്നതിന് വേണ്ടി പഴയ ഇതൊക്കെ പൊളിച്ചു മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചു മാറ്റി കംപ്ലീറ്റ് സാമഗ്രികൾ കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പം വളരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഗാർഡനിങ്ങും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ഉടനെ അതൊക്കെ നടപ്പിലാക്കും. പക്ഷേ അത് ഇതുമായിട്ട് സുരക്ഷയുമായിട്ട് ബന്ധമില്ല. എന്നാലും ഇത്രയും ഏരിയ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഓടിയെത്താൻ എല്ലാവരുടെയും കണ്ടെത്തില്ല എന്നുള്ളൊരു പ്രശ്നം. എത്ര ഏരിയയാണ് മൊത്തമുള്ളത്? ഇതിന് 2 ഏക്കർ കൂടുതലുണ്ട്. ഇനിയുണ്ട്, വേണം തൊട്ടടുത്ത് വസ്തു വാങ്ങാനുള്ള ഒരു തീരുമാനം കൂടെ ഉണ്ട്. എന്നാൽ ഇനി ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള
ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ തൊട്ടടുത്ത പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ ഒന്നും ആയിട്ടില്ല, എന്നാലും അതും കൂടി കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ ഇവിടുത്തെ വികസനം നടക്കാതെ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വാങ്ങണമെന്നുള്ള കാര്യങ്ങൾ മുകളിലോട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട്, നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയാണ്, മാത്രമല്ല ഈ കടലിലൊക്കെ വീണ് അപകടം സംഭവിക്കുന്നുണ്ട്. ഈ ആശുപത്രി പ്രാധാന്യം വളരെ വലുതാണ്. അതെ, പ്രാധാന്യം വലുതാണ്. ഇനി സൗകര്യങ്ങൾ ഒരുപാട് കയറാണ്ട്. ഇപ്പോഴും നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ ആ സത്യം പറഞ്ഞു കേൾക്കുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രി ആണെങ്കിലും സൗകര്യങ്ങൾ അത്രയൊന്നും വർദ്ധിച്ചില്ല. പ്രാഥമികമായ ഒരുപാട് പരിമിതികളുണ്ട്. ഇനി അതിന് ഇത്രയും ടൂറിസ്റ്റുകൾ, വർക്കല അറിയാലോ, ഇത്രയും വലിയ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു ആശുപത്രി ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളും ഇപ്പം നമ്മൾക്കറിയാം, വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും വർക്കലക്കാരുടെ ഒരു വലിയൊരു വിഷമം തന്നെയാണ് ആഴ്ചയിൽ ഓരോരുത്തർ നമ്മുടെ കടലിൽ വീണ് ജീവൻ പൊലിയുന്ന ഒരു സംഭവം വർക്കലയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ ഈ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾക്ക് രൈവ് വരുത്താൻ പറ്റൂ. ഇവിടെ തന്നെ വർക്കല തന്നെ ഇപ്പം ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ വളരെ വളർച്ചയായി. കാരണം എല്ലാ രീതിയിലുള്ള സാങ്കേതിക എല്ലാ സംഭവം എല്ലാം വന്ന്, പക്ഷെ അതിനനുസരിച്ചുള്ള വളർച്ച ജീവനക്കാരൊന്നും ഉണ്ടാകുന്നില്ല. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വളർന്നു പോകുന്നു. ഇപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന് നല്ല രീതിയിലൊക്കെ ആവുന്നുണ്ട്, എല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷേ മെഷീനറീസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷേ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കും. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ ആവശ്യവും അല്ലെങ്കിൽ CCTV ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ? ഇതുവരെയും ആയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. കാരണം വെച്ചാൽ CCTV ക്യാമറ വെളിയിലൊന്നും ഇല്ല. കാരണം ഒരു വിഷയം ഉണ്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷയം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മീഡിയ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ CCTV ക്യാമറ ഇല്ല. അതിനകത്തുണ്ടോ എനിക്കറിയാം, അകത്തും കാണാൻ ചാൻസ് ഇല്ല. 2 ക്യാമറ ഉണ്ടെന്നോ? ഉണ്ടെന്നോ. അപ്പോൾ ഇത് വർക്കിംഗ് ആണെങ്കിൽ അറിഞ്ഞൂടാ, പക്ഷേ ഈ വെളിയിലൊന്നും CCTV ക്യാമറ ഇല്ല. പിന്നെ ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് അറിയേണ്ടതാണ്. അല്ല, ഇതിനെന്തെങ്കിലും തീരുമാനങ്ങളായിട്ടുണ്ടോ നഗരസഭയിൽ? തീരുമാനങ്ങളായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് തിരക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. ഈ ഇങ്ങനെയുള്ള അപ്പം ചെറിയ അസുഖങ്ങൾക്ക് വരുന്നവരെ പോലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ മെയിൻ കാരണം നമ്മുടെ ഇവിടുത്തെ ചില അസൗകര്യങ്ങൾ തന്നെയാണ്. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതും മറ്റ് സൗകര്യങ്ങളുടെ കുറവ്. താലൂക്ക് ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് കണക്ക് തന്നെ സുരക്ഷയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സുരക്ഷ. ഇവിടെയുള്ള ജീവനക്കാർക്കും മറ്റ് രോഗികൾക്കും വരുന്ന രോഗികൾക്കും എല്ലാം സുരക്ഷയില്ലായ്മ വർക്കല താലൂക്ക് ആശുപത്രി പിന്നോട്ടടിക്കുന്നൊരു സംഭവമാണ്. അതിനുവേണ്ടി നമ്മുടെ 7 പോസ്റ്റ് വേണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഇവിടെ ഒരു വൻ ദുരന്തം നമ്മളെ വരാനിരിക്കുന്നു. കൊട്ടാരക്കര സംഭവിച്ചല്ലോ. വന്നിട്ട് നമ്മൾ കിടന്ന അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി കണ്ട് നമ്മളെ വേണ്ട സുരക്ഷ ഒരുക്കുക തന്നെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പോലീസ് ഹെഡ് പോസ്റ്റ് കൊണ്ട് തന്നെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നല്ലേ? പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലായാലും മതി. രാത്രി കാലങ്ങളിൽ പോലീസ് ഹെഡ് പോസ്റ്റ് മസ്റ്റാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ അത് തെളിഞ്ഞു കഴിഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും കൂടി അവർ വരുന്നുണ്ട്. പിന്നെ രോഗികളുമായിട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആക്സിഡൻറ്റ് കേസുകൾ കംപ്ലീറ്റ് വരുന്നത് ഇവിടെയാണ്, താലൂക്ക് ഹോസ്പിറ്റലാണ്. ആകെ ഒരു ഡ്യൂട്ടി ഡോക്ടറായിരിക്കും ഉണ്ടാകുന്നത്. അതിനൊക്കെ നേരിടുന്ന ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത്രയും അവിടെ ഉള്ളവർക്കെല്ലാം ഈ രാത്രി കാലങ്ങളായിരിക്കും കൂടുതലും ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാകുന്നത്, ഈ വർക്കല ബീച്ചിൽ ഇറങ്ങി അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി കാഷ്വാലിറ്റി ആണ് ഇവിടെ രാത്രി എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് എത്തുന്നവർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പലപ്പോഴും കഴിയത്തില്ല. അപ്പോൾ അവരാണ് കൂടുതലും വയലുണ്ടാവുന്നത്. അപ്പോൾ ആദ്യം പരിഗണന കൊടുക്കേണ്ടത് പെട്ടെന്ന് എമർജൻസി കേസുകളാണ്. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടേഴ്സ് ചിലപ്പം സമയം എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് മറ്റ് രോഗികൾ ക്യൂവിൽ നിൽക്കുന്നവർ ഈ വയലുണ്ടാവുന്നത്. അത് ഇപ്പോൾ ഈ ഡോക്ടറെയോ മറ്റ് സൗകര്യങ്ങളെ പറഞ്ഞില്ല. അപ്പോൾ അഡീഷണലായിട്ട് ഡോക്ടേഴ്സിനെ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ സംവിധാനങ്ങൾ ഒരുക്കുക. അതാണ് ഏക മാർഗം. പക്ഷേ അതിന് പകരം ഇവിടെ കിടന്ന് വയലൻ്റായി മറ്റുള്ളവരെ ആക്രമിച്ച് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ മനോവീര്യം തന്നെ കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ അക്രമ സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡോക്ടേഴ്സിന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ താലൂക്ക് ആശുപത്രി പരിസരത്ത് 24 മണിക്കൂറും ജോലി നോക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പം എനിക്ക് തോന്നുന്ന 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചേർത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് ഈ പ്രശ്നം മൊത്തം നടക്കുന്നത്. ഈ ഹോസ്പിറ്റലുകാരെ എന്തെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലുകാരെ ഒരു പിഴവ് തന്നെയാണ് ഈ സംഭവം. സെക്യൂരിറ്റിക്കാരായിരുന്നാലും അടുത്തുള്ള ജീവനക്കാരായിരുന്നാലും അവർ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. അതൊന്നും ചെയ്തില്ല. അവർ മാറി നിന്നിട്ട് അവിടെ എന്ത് നടന്നാലും അങ്ങ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ
അവരുടെ ഒരു അനാശ നിഷ്പക്ഷമായിട്ട് നിശബ്ദമായിട്ട് അങ്ങനെ നിൽക്കുവാണ് സംഭവം. ആ ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ 2 പേരെ കുത്തി. ഒന്ന് ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു, ആൾ പേഷ്യൻറ്റിനെ കൊണ്ടുപോയതാണ്. ആ പേഷ്യൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇറങ്ങാൻ വേണ്ടി എന്തായാലും അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് സംഭവം വെയിറ്റ് ചെയ്ത് നിന്നൊരു കാരണമാണ് അടുത്തൊരു പേഷ്യൻ്റ് ഒന്ന് കുത്തിയത്. ആ സംഭവം നടന്ന് ഒരു 10-15 ദിവസം ആവുന്നതേ ഉള്ളൂ. അടുത്ത് ഒരു കുത്തുന്നതിന് മിനിങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഹോസ്പിറ്റലുകാരെ പിഴവ് തന്നെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് മദ്യപിച്ചെത്തുന്നവരാണ് അതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് മദ്യപാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ട് വരുന്നവരുണ്ട്, അല്ലാതെയുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാരല്ല അത് പറഞ്ഞ് പ്രകോപനം ഉണ്ടാവാനുള്ള കാര്യം എന്താണ് ഇവിടെ എത്തുന്നവർക്ക്? അതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ഈ ഒരു വാക്ക് തർക്കം നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഒരു ഒച്ചത്തിൽ സംസാരം നടക്കുമ്പോഴൊക്കെ നമ്മൾ ആ സമയത്ത് ഈ വണ്ടി ബോഡി എടുക്കാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ജീവനക്കാരത് കണ്ടിട്ടുണ്ട്. ഇതേപോലെ അവിടെ ഒരു വാക്ക് തർക്കം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യം നമുക്കും അറിയത്തില്ല. വാക്ക് തർക്കം നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ജീവനക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു മാറ്റി വിടാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് വിടാനോ അവർ ശ്രമിക്കുന്നില്ല. ജീവനക്കാർക്ക് നിലയ്ക്ക് ആക്രമണം ഉണ്ടാവും നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സെക്യൂരിറ്റിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി എന്തെങ്കിലും കാര്യത്തിൽ പോയി ഇടപെടുമ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടും. പക്ഷേ അതിന് മുകളിലിരിക്കുന്നവരെ അയാളുടെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഇതാവാനോ നിൽക്കത്തില്ല. അതാണ് ഈ സെക്യൂരിറ്റിമാർ ഇതിനായിട്ട് ഇറങ്ങാത്തത്. നിലവിലുള്ള കാര്യം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് അത് പരിഹരിക്കാനോ ചെല്ലുമ്പോഴത്തേനും എന്താ പറയുക, ബാക്കിയുള്ള ജീവനക്കാർ കൂടെ നിൽക്കത്തില്ല. ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി 2 പേരുണ്ടായിരിക്കും. ആ 2 പേര് ചെന്ന് പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ഇയാൾക്ക് അടി കിട്ടി. ഈ അടുത്ത് ഒരു സെക്യൂരിറ്റിക്ക് അടി കിട്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള ജീവനക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരതിൽ ഇടപെട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ വിളിക്കുക, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെപ്പോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാട്ടുകാരാണ് ചെന്നിട്ട് പിടിച്ചു മാറ്റി വിടുക. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഈ സത്യം പറയാൻ ഈ ഹോസ്പിറ്റലൊരു തലവേദനയാണ്. ബാക്കിയുള്ളവർ പേഷ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഒരു ദിവസത്തിൽ എങ്ങനെ പോയാലും 1000 പേഷ്യൻ്റ് ഇവിടെ വരാറുണ്ട്. പക്ഷേ എന്താണ് ഇങ്ങനത്തെ രാത്രിയിലും തിരക്കാണോ? തീർച്ചയായിട്ടും തിരക്കാണ്. എങ്ങനെ പോയാലും ഒരു 12-1 മണി വരെ നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടെ വന്നിട്ടും കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരില്ല. നൈറ്റ് 5 മണിക്ക് ശേഷം ഒരു ഡോക്ടറാണുള്ളത് കാഷ്വാലിറ്റി. അപ്പോൾ ഈ വരുന്ന ഇങ്ങനെ ഒരു 10-60 ടോക്കണൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്തൊക്കെ ആ ടോക്കൺ നോക്കുന്ന ഒരൊറ്റ ഡോക്ടർ ഇരുന്നിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞ് വീണ്ടും തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടറില്ലായ്മ അതെല്ലാം ഈ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഒരു പിഴവ് തന്നെയാണ്. ഈ ആക്രമണങ്ങളിലേക്ക് എത്താൻ ഒരു കാരണം ഇത് തന്നെ പറയാം. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പറയാം. ഈ ഹോസ്പിറ്റലുകാരെ ഒരു അനാസ്ഥ തന്നെയാണ്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങളെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്കിവിടെ ഉയർന്നു വന്നത്. ഇതിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക എന്നതൊട്ട് പോലീസ് ഹെഡ് പോസ്റ്റ്, മാത്രമല്ല ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം അധികൃതർ പരിഹാരം കാണും. ഈ ആശുപത്രിയെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അധികൃതർക്ക് കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയോടെ ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.